സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി ചർച്ച ചെയ്യാൻ നാളെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം. സംസ്ഥാനം രൂക്ഷമായ വൈദ്യുതി പ്രതിസന്ധിയിലാണെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് യോഗം. സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗം വീണ്ടും ഉയർന്നു. ജല അതോറിറ്റിക്ക് KCBക്ക് നൽകാനുള്ള കുടിശ്ശിക 2068.17 കോടി രൂപ സർക്കാർ ഏറ്റെടുത്തു. VA ഗിരീഷ് വിശദാംശങ്ങളുമായി. ഗിരീഷ്, ദീർഘകാല കരാറുണ്ട്, പക്ഷേ വലിയ വില കൊടുത്ത് തെർമൽ പവർ വാങ്ങേണ്ടുന്ന ഒരു അവസ്ഥയിലാണ്. അപ്പോൾ ചൂട് കടുക്കുകയാണ്. ഈ അവസരത്തിൽ നാളത്തെ യോഗം വളരെ പ്രധാനപ്പെട്ടതാകുമല്ലോ. എന്ത് തീരുമാനം അതിൽ പ്രതീക്ഷിക്കാം? അനുജ, സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി എങ്ങനെ മറികടക്കാമുള്ളതാണ് നാളെ ചേരുന്ന യോഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട. കാരണം അനുജ സൂചിപ്പിച്ച പോലെ നേരത്തെ തന്നെ റദ്ദാക്കിയ കരാറുകൾ, ദീർഘകാല വൈദ്യുതി കരാറുകൾ പുനഃസ്ഥാപിച്ചിരുന്നു. 465 മെഗാവാട്ട് വൈദ്യുതി 3 സ്വകാര്യ കമ്പനികളിൽ നിന്ന് വാങ്ങുന്നതിനായിരുന്നു ഈ കരാർ. പക്ഷേ ഈ കമ്പനികൾ കരാർ പുനഃസ്ഥാപിക്കപ്പെട്ടെങ്കിലും വൈദ്യുതി നൽകി തുടങ്ങിയിട്ടില്ല. പലതവണ ബോർഡിലെ ഉദ്യോഗസ്ഥർ കമ്പനികളുമായി ചർച്ച നടത്തിയെങ്കിലും ഇക്കാര്യത്തിൽ ഫലമുണ്ടായില്ല. ഇതാണ് ഇപ്പോൾ സംസ്ഥാനത്തെ ഗുരുതരമായൊരു വൈദ്യുതി പ്രതിസന്ധിയിലേക്ക് നയിച്ചിരിക്കുന്നത്. ഒപ്പം ഈ വേനൽ കടുത്തതോടെ സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗം വർദ്ധിച്ചതും ഈ പ്രതിസന്ധി രൂക്ഷമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് തരത്തിൽ മുന്നോട്ട് പോകണം എന്നത് സംബന്ധിച്ച ഒരു നിർണായകമായ തീരുമാനമെടുക്കുന്നത് നാളത്തെ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തിരിക്കുന്ന ഈ യോഗത്തിന് ശേഷമാകും. കാരണം ഈ കമ്പനികളുമായി വീണ്ടും ചർച്ച ചെയ്യണോ, അതോ പവർ എക്സ്ചേഞ്ചിൽ നിന്ന് വളരെ ഉയർന്ന നിരക്കിൽ വൈദ്യുതി വാങ്ങി സംസ്ഥാനത്തെ ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കണോ എന്നുള്ളതാണ് നാളെ ചേരുന്ന യോഗം പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടി. അനുജ, സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗം റെക്കോർഡിലാണ്. ഇന്നലെയുമായിരുന്നു, ഇന്നും ഇപ്പോൾ റെക്കോർഡെന്ന കണക്ക് വരുമ്പോഴാണ് വൈദ്യുതി പ്രതിസന്ധി കൂടി രൂക്ഷമാണ്. കൂടാതെ അടുത്ത ദിവസങ്ങളിൽ ചൂട് കൂടും. 5 ജില്ലകളിൽ കൂടുതൽ ചൂടാകും. 39 ഡിഗ്രി സെൽഷ്യസ് കടക്കാനുള്ള സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പൊക്കെ നിലനിൽക്കുമ്പോഴാണ് നാളത്തെ നിർണായക യോഗം. വീണ്ടും ഒരു ഇടവേള.